പലർക്കും എന്താണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് അറിയുകയില്ല. ഇത് എവിടെയെല്ലാം ബാധിക്കാമെന്നും അതിന്റെ ലക്ഷണങ്ങളും ചികിത്സയും എന്തെല്ലാമെന്ന് നോക്കാം. ലോകത്തിൽ തന്നെ വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു ക്യാൻസർ രോഗവിഭാഗമാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. എന്താണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ? നമ്മളുടെ വായിലും തൊണ്ടയിലും മൂക്കിലും ഉണ്ടാകുന്ന ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ, ഉമിനീർ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ, മുഖത്തെയും തലയോട്ടിയിലെയും എല്ലുകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ, തൊലികളിൽ അതുപോലെ കണ്ണിൽ എല്ലാം ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ വെച്ച് തന്നെ 1% ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഉള്ളത് ഇന്ത്യ, അതുപോലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബർമ, ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ്. ഇന്ത്യ അടക്കമുള്ള ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ പെരുകുന്നതിന് പിന്നിലെ പ്രധാന കാരണം പുകയിലയും അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും. പുകയില ഉൽപ്പന്നങ്ങൾ പല വിധത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിച്ചു വരുന്നു. വലിക്കാൻ മാത്രമല്ല, ചിലർ ചുണ്ടിന്റെ അടിയിൽ വയ്ക്കുന്നു, അതുപോലെ ചിലർ മുറുക്കാൻ ഉപയോഗിക്കുന്നതിൽ പുകയില ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, പാൻ ഉപയോഗവും പുകയിലയുടെ തന്നെ മറ്റൊരു ഭാഗമേതാണ്. ഇത്തരത്തിൽ പല വിധത്തിൽ ഇന്ത്യയിൽ പുകയില ഉപയോഗം കണ്ടുവരുന്നുണ്ട്. ഇതുകൂടാതെ ചിലർക്ക് മദ്യപിക്കുന്നതിന്റെ കൂടെ പുകവലിക്കുന്ന ശീലം കണ്ടുവരാറുണ്ട്. കുറച്ച് മദ്യം കുടിച്ചാൽ ഒന്ന് പുകവലിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പുകയിലയിൽ തന്നെ 70ഓളം ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ ചിലത് ശരീരത്തിൽ അലിഞ്ഞു ചേരാത്തവയാണ്. എന്നാൽ ആൽക്കഹോൾ എത്തുമ്പോൾ അവയെ അലിയിപ്പിച്ച് അത് ശരീരത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമാകുന്നു. ഇത് ക്യാൻസറിന് കാരണമായിത്തീരുന്നു. ഇവ കൂടാതെ ഹ്യൂമൻ പാപ്പിലോമ വൈറസും അതുപോലെ ക്രോണിക് ഡെന്റൽ ട്രോമ, അതായത് പല്ലുകളുടെ കൂർത്തവശങ്ങൾ കവിളിലോ ചുണ്ടിലോ സ്ഥിരമായി എറിഞ്ഞ് മുറിവുണ്ടാക്കുക എന്നിവയെല്ലാം ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിലേക്ക് നയിക്കുന്ന വസ്തുതകളാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? വായിൽ, അതായത് കവിൾ, ചുണ്ട്, നാക്ക്, മോണം എന്നിവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പുണ്ണ്, പ്രത്യേകിച്ച് മരുന്ന് കഴിച്ചിട്ടുമുള്ളവരുടെ പുണ്ണ് ക്യാൻസറിന്റെ ലക്ഷണമാകാം. ചികിത്സിച്ചിട്ടും 3-4 ആഴ്ച കഴിഞ്ഞിട്ടും പുണ്ണ് മാറുന്നില്ലെങ്കിൽ അത് ഡോക്ടറെ കാണിക്കും. വായിൽ മാത്രമല്ല, തൊണ്ടയിലായാലും ക്യാൻസർ ഉണ്ടെങ്കിൽ അതിന്റെ പ്രാഥമിക ലക്ഷണം പുണ്ണ് വരിക എന്നത് തന്നെയാണ്. തുടക്കത്തിൽ പുണ്ണ് കാണുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. പിന്നീട് ഇത് നന്നായി വളർന്നു കഴിയുമ്പോൾ മാത്രമാണ് പലർക്കും വായിൽ അസ്വസ്ഥതകൾ കൂടുതൽ അനുഭവപ്പെടുക. ഇത്തരത്തിൽ പുണ്ണിന് അഥവാ അൾസറിന് ക്യാൻസർ സംബന്ധമായ വളർച്ച സാധിക്കുമ്പോൾ കഴുത്തിൽ കഴലുകൾ അഥവാ ലിംഫ് എൻലാർജ്മെന്റ് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. സാധാ കഴലുകൾ ചികിത്സിച്ചാൽ ഭേദമാകും. എന്നാൽ ക്യാൻസറസ് ആയിട്ടുള്ള കഴലുകൾ 4 ആഴ്ച കഴിഞ്ഞാലും ചുരുങ്ങുകയില്ല. അതുപോലെ വോക്കൽ കോഡ് അഥവാ സ്വനപ്പേടുകൾ അസുഖം വന്നാൽ ശബ്ദവ്യത്യാസം ഉണ്ടാക്കും. ഇത്തരം ക്യാൻസർ പലപ്പോഴും തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ പലപ്പോഴും സാധിക്കാറുണ്ട്. തുടക്കത്തിലുണ്ടാകുന്ന ശബ്ദവ്യത്യാസം പിന്നീട് ശ്വാസതടസ്സത്തിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അന്നനാളത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ക്യാൻസർ ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടിലേക്ക് വരെ നയിക്കുന്നു. ഉമിനീർ ഗ്രന്ഥികളുടെ മുഴകൾ, മൂക്കടപ്പ്, മുഖത്തെ വീക്കം എന്നിവയും ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. വേദന ഉണ്ടാവുക പലരുടെയും സംശയമാണ്. പലർക്കും ശരീരത്തിൽ മുഴകൾ കണ്ടാൽ അതിന് വേദന ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഡോക്ടറെ കാണാൻ പോകുന്നത്. കാരണം ക്യാൻസർ മുഴകൾക്ക് വേദന ഉണ്ടായിരിക്കും എന്നാണ് പലരുടെയും ധാരണ. പക്ഷേ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. പലപ്പോഴും വേദനയില്ലാത്ത മുഴകളാണ് ക്യാൻസറിന് കാരണമാകുന്നത്. ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുഴകൾക്ക് വളർച്ച ഉണ്ടായിരിക്കും. അതിനാൽ ശരീരത്തിൽ അസാധാരണമായ വിധത്തിൽ മുഴകൾ കണ്ടാൽ ഡോക്ടറെ കണ്ട് ബയോപ്സി അനിവാര്യമാണ്. ചികിത്സ: ക്യാൻസർ മനസ്സിലാക്കാൻ ബയോപ്സി എടുക്കുകയാണ് ആദ്യം ചെയ്യുക. അല്ലെങ്കിൽ FNAC, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ മുഴകളാണ് പരിശോധിക്കുന്നതെങ്കിൽ അത് കുത്തിയെടുത്താണ് പരിശോധിക്കുക. ഇതിനെയാണ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്നത്. കൂടാതെ ഏത് സ്റ്റേജ് എത്തിയെന്നുള്ള വിശദമായ ക്ലിനിക്കൽ പരിശോധനയും സ്കാനിങ്ങും നടത്തുന്നു. തുടക്കമാണെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും, അല്ലെങ്കിൽ CT സ്കാൻ ചെയ്യും. അഡ്വാൻസ് സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ PET സ്കാൻ വരെ വേണ്ടി വന്നേക്കാം. ഇതിന്റെ ചികിത്സ എന്നത് ഓരോ സ്ഥലത്തിനനുസരിച്ചാണ്. ഇത് ഏത് സ്ഥലത്താണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്, അതുപോലെ ഏത് സ്റ്റേജിൽ എത്തിയെന്നത് നോക്കിയാണ് ചികിത്സ നിർണ്ണയിക്കുക. വായിലെ ക്യാൻസർ ഉള്ളവർ, പ്രത്യേകിച്ച് 1-2 സ്റ്റേജിലെത്തി നിൽക്കുന്നവരാണെങ്കിൽ സർജറി മതിയാവും. എന്നാൽ ഇത് 3-4 സ്റ്റേജിലെത്തിയാൽ സർജറിക്കൊപ്പം റേഡിയേഷൻ കൂടെ അനിവാര്യമായി വരുന്നു. ഇനി ആ ഭാഗം പൊട്ടി ഒലിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ സർജറി റേഡിയേഷൻ്റെ ഒപ്പം കീമോയും കൂടെ ചെയ്യേണ്ടി വരും.
ഇവ കൂടാതെ തൈറോയ്ഡ് ക്യാൻസർ, ഉമിനീർ ഗ്രന്ഥിയിലെ ക്യാൻസർ എന്നിവയ്ക്ക് പ്രധാനമായും സർജറിയാണ് ചെയ്യുന്നത്. തൈറോയ്ഡ് ക്യാൻസർ ഉള്ള വ്യക്തിക്ക് അവരുടെ സ്റ്റേജിനനുസരിച്ച് വേണമെങ്കിൽ റേഡിയേഷൻ മാത്രമായി ചികിത്സ നൽകി വരുന്നു. അതുപോലെ ഉമിനീർ ഗ്രന്ഥിയിലെ ക്യാൻസറിന് സ്റ്റേജിനനുസരിച്ച് ചിലപ്പോൾ